പശ്ചിമേഷ്യൻ യുദ്ധം കെട്ടടങ്ങുമ്പോൾ അതിലും ഭീകരമായിട്ടുള്ള മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലുകൾ ഏഷ്യൻ കടലുകളിൽ സജീവമാകുകയാണ്. ചൈനയുടെ നീക്കം നിരീക്ഷിച്ച് ലോകം അതീവ ജാഗ്രതയിലാണ്. ചൈന കടലിടുക്കിൽ സംഘർഷം വരും ദിവസങ്ങളിൽ അടുത്തൊരു മഹായുദ്ധത്തിന് വഴി തുറക്കുമെന്ന കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫിലിപ്പീൻസ്, തായ്വാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ ചൈനീസ് കടൽ കൊള്ളക്കാർ നടത്തുന്ന കടന്നുകയറ്റം ദക്ഷിണ ചൈനീസ് കടലിനെ ഒരു ടൈം ബോംബാക്കി മാറ്റിയിരിക്കുകയാണ്. ചെറുകിട ഏഷ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന ചൈനയുടെ അഹങ്കാരത്തിന് മുന്നിൽ ലോകം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ഈ സംഘർഷത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ സ്കാർബറോ ഷോലിൽ നടക്കുന്ന നാടകങ്ങൾ നമ്മൾ കാണണം. ചൈനയുടെ അനധികൃത താൽക്കാലിക പ്ലാറ്റ്ഫോം ഫിലിപ്പീൻസ് സൈന്യം നീക്കം ചെയ്ത മണിക്കൂറുകൾക്കകം അതിലും വലിയൊരു അത്യാധുനിക ഗവേഷണ കപ്പലാണ് ചൈന അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇത് ചൈനയുടെ പ്രശസ്തമായിട്ടുള്ള സലാമി സ്ലൈസിംഗ് തന്ത്രമാണ്. അതായത് നേരിട്ടൊരു യുദ്ധത്തിന് മുതിരാതെ സാവധാനം കടൽ അതിർത്തികൾ കയ്യേറി പുതിയ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്യുന്നത്. തായ്വാന്റെ പ്രദാസ് ദ്വീപുകളിലും വിയറ്റ്നാമിന്റെ ആന്റിലോപ്പ് റിഫിലും ഒരേ സമയം ചൈനീസ് സൈന്യം നടത്തുന്ന ഈ ഭീഷണി വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. 4 വർഷം പിന്നിട്ട യുക്രൈൻ യുദ്ധത്തിലും ഈ അടുത്ത് നടന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിലുമായി പാശ്ചാത്യ രാജ്യങ്ങൾ അത്രമേൽ തളർന്നുപോയി എന്ന് ചൈന മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരമ്പരാഗത യുദ്ധക്കപ്പലുകൾക്ക് പകരം സമുദ്ര സുരക്ഷാ വിഭാഗങ്ങളെയും ചൈനീസ് മത്സ്യബന്ധന ബോട്ടുകളെയും ആയുധമാക്കി അവർ ഈ നിഴൽ യുദ്ധം നടത്തുന്നത്, അല്ലെങ്കിൽ നിഴൽ ആധിപത്യം നടത്തുന്നത്. നിലവിൽ ഫിലിപ്പീൻസ് അധ്യക്ഷനായിട്ടുള്ള ആസിയാൻ കൂട്ടായ്മയിൽ സാമ്പത്തിക സ്വാധീനം ചെലുത്തി ഭിന്നതയുണ്ടാക്കാനും ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യത്തെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ആധിപത്യ സ്വഭാവത്തെ ചെറുക്കാൻ ഫിലിപ്പീൻസും തായ്വാനും തങ്ങളുടെ സർവ്വസജ്ജീകരണങ്ങളുമായി അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ വിഷയത്തെ വെറുമൊരു കച്ചവട കണ്ണോട് മാത്രമാണ് കാണുന്നത് എന്നത് ഈ രാജ്യങ്ങളുടെ ആശങ്ക നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ട്രംപിന്റെ ബിസിനസ് നയങ്ങൾക്കപ്പുറം വരും വർഷങ്ങളിൽ ചൈനയെ തളയ്ക്കാൻ ശക്തമായൊരു ആഗോള സഖ്യം രൂപപ്പെടുമെന്ന് ഉറപ്പാണ്. ചൈനയുടെ ഈ കടൽ കൊള്ളയ്ക്ക് തടയിടാൻ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവരടങ്ങുന്ന ക്വാഡ് സഖ്യം കൂടുതൽ ശക്തമാകും. പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം ഉപയോഗിച്ച് ചൈനയുടെ വഴി അടയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ദക്ഷിണ ചൈനീസ് കടലിൽ ഇന്ന് ചൈന നടത്തുന്ന ഓരോ നീക്കവും അവർക്ക് തന്നെ ഭാവിയിൽ വലിയൊരു കെണിയായി മാറാൻ പോവുകയാണ്. ലോകം മുഴുവൻ ഒന്നിച്ച് ഡ്രാഗന്റെ ചിറകരിയുന്ന ആ ദിവസം വിദൂരമല്ല. ന്യൂസ് ഡെസ്ക് കേരള.